കങ്കാരിയോ കണ്ട അതിന്റെ പിന്നാലെ ചാടി പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സംവിധായകൻ. ഭയങ്കര പക്വതയുള്ള ഒരു മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക കുടുംബമാണ് ഞങ്ങളുടെ മനോരാജ കുടുംബം. അതെന്താ സാർ അങ്ങനെ ഒരു ഡിസിഷൻ വരാൻ കാര്യം? ഡയറക്ടർ ഓസ്ട്രേലിയ കണ്ടിട്ടില്ല, ഞാനും ഓസ്ട്രേലിയ കണ്ടില്ല. ഈ ലൈഫിനെ കുറിച്ച് ഭയങ്കരമായിട്ടൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. എന്താണ് കാഴ്ചപ്പാട്? അത് പറയൂല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന 3 തവണ ആൾ എന്നെ ഓർമ്മിപ്പിച്ചു. ഇത്ര ഈ ഹാപ്പി മാരീഡ് ലൈഫ് നിങ്ങൾ പറയുന്നവരോട് തിരിച്ചു പറയേണ്ടത്. ഹാപ്പി മാരീഡ് ലൈഫ് ഒരു പ്രത്യേക ജീവിതല്ലേ. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴുള്ള ചെലവുകൾ എന്ന് പറയുന്നൊന്നും വിചാരിക്കാത്തതാണ്. ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കണേ അതെ ഒരു 40,000 രൂപ വേണം. എന്താ പാർക്കിംഗ് പെനാൽറ്റി ഫീയാ. ഡയലോഗ് രഞ്ജിതൊക്കെ പറയുന്നത് പല്ല് അടിച്ചിട്ടാണ്. എന്തിന് എത്ര വികാരം തടുക്കുന്നുണ്ടോ? എനിക്ക് ഇതിന്റെ അടിയിലൊന്നുമില്ല. ഇവരൊന്നും ഹേമാട് റിപ്പോർട്ടൊന്നും വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇവിടെ നേരെ തിരിച്ച ഒരു പെൺകുട്ടി ഞങ്ങളെ പീഡിപ്പിച്ച കഥയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് സാധനം തരാം. ഇത് വല്ല ഹേമന്ത് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ ഇറക്കും. അതിൽ ഡയറക്ടറുടെ ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു വെച്ചാൽ തലയാട്ടാതെ യെസ് പറയണം. തലയാട്ടരുത്. ഒരു ക്യാമറാമാനും ഇതുപോലൊരു ചാലഞ്ച് ഉണ്ടായിരുന്നില്ല. രാത്രി 9:30 സൂര്യരശ്മി കട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുക. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഓസ്ട്രേലിയക്ക് കോളേജ് ട്രിപ്പ് പോണ പോലെ കുറെ പേര് പോകുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ടീച്ചർ ഇനിയും പറഞ്ഞു രഞ്ജിത 20 మందిని ఒక్కటిని చంపమంటే వాడితో రన్నింగ్ రేస్. ഹലോ ടെസ്റ്റിംഗ് ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? ഊര് മധ്യലൊക്കെ വെച്ച് അന്തര് മധ്യలో എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. എസ് ക്ലാസ് ബെൻസിലാണ് മറ്റേ പുല്ല് കട്ട് ചെയ്യുന്ന ആള് വന്ന് ഇറങ്ങിയത്. നാളെ തന്നെ ഓസ്ട്രേലിയക്ക് പോകും. ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. ഇന്ന് മോളിവുഡ് മിക്സിൽ എനിക്കൊരു ഹൗസ്ഫുൾ ആയ ഒരു ക്രൂ ആണുള്ളത്. മനോരാജ്യത്തിന്റെ വിശേഷങ്ങളുമായിട്ട് എന്നോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ജീപ്പ് ചേട്ടൻ, ഹീറോ ഓഫ് ദ ഫിലിം, പിന്നെ റഷീദ് പരക്കൽ, ഡയറക്ടർ ഓഫ് ദ ഫിലിം, നമ്മുടെ ഗോകുലൻ ചേട്ടനുണ്ട്, ഹീറോയിൻ ആയിട്ടുള്ള രഞ്ജിതയുണ്ട്, ആൻഡ് ക്യാമറാമാൻ മാതേഷ് ചേട്ടനുണ്ട്. അപ്പം എല്ലാവർക്കും വെൽക്കം. താങ്ക് യു. സോ സിനിമ ഓസ്ട്രേലിയയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഇപ്പം ഞാൻ അറിയണ്ടായി. അപ്പൊ ഡയറക്ടറോട് ചോദിച്ചിട്ട് തുടങ്ങട്ടെ ചേട്ടാ. കംപ്ലീറ്റ് സിനിമയും ലൈക് കംപ്ലീറ്റ്ലി ഓസ്ട്രേലിയയിലായിരുന്നു ഷൂട്ടിംഗ്? പൂർണ്ണമായിട്ടും. അതെന്താ സാർ അങ്ങനെ ഒരു ഡിസിഷൻ വരാൻ കാര്യം? ഡയറക്ടർ ഓസ്ട്രേലിയ കണ്ടിട്ടില്ല, അതിന്റെ പ്രൊഡ്യൂസർ വന്നിട്ട് ഓസ്ട്രേലിയ ആയിരുന്നു. അപ്പൊ പിന്നെ അവിടെ ചിത്രീകരിച്ചു, പൂർണ്ണമായിട്ടും ചിത്രീകരിച്ചു. അങ്ങനെയാണ് ആ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പം ജീപ്പ് ചേട്ടൻ കുറെ സിനിമയില് ഹീറോ ആയിട്ടും ക്യാരക്ടർ വേഷങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും കംപ്ലീറ്റ് ആയിട്ടും ഓസ്ട്രേലിയയിൽ ഷൂട്ട് ചെയ്തൊരു ഫിലിമിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചതെന്ന്, അല്ലേ? ആണോ? അതിനുള്ളൊരു അവസരം കൂടി. ഓക്കെ. ഈ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുന്ന ആദ്യത്തെ സിനിമയാണല്ലോ ഇത്. അപ്പം എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ്? ബിഫോർ മാരേജ് അല്ലെങ്കിൽ ഒരു മിനി ഹണിമൂൺ ട്രിപ്പും കൂടെ അല്ലേ അതിന്റെ ഇടയിൽ നമുക്ക് സെറ്റ് ആക്കിയായിരുന്നു? എനിവേ, ലുക്കിംഗ് അറ്റ് ദ പോസ്റ്റർ, ഈ പോസ്റ്റർ അല്ല വേറെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതില് ഒരു മണവാട്ടി ഉണ്ട്, സൈഡിൽ ഇങ്ങനെ വളരെ ഗ്ലൂമിയായിരിക്കുന്ന താടിക എടുത്തിരിക്കുന്ന ജീപ്പ് ചേട്ടനാണ് ഞാൻ കണ്ടത്. അപ്പം എനിക്ക് പെട്ടെന്ന് അത് കണ്ടപ്പോ തോന്നി, ഓക്കെ, ശരിക്കും ചേട്ടന്റെ കല്യാണ ദിവസം ചേട്ടൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ടെൻഷൻ അല്ലേ, എല്ലാം അന്നത്തെ ദിവസം ഓൾ പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടായിരുന്നു ഇല്ലല്ലോ. എന്തായിരുന്നു അന്ന് റിയൽ ലൈഫ് കല്യാണ ദിവസം വളരെയധികം മനസ്സിനെ അലട്ടിയിരുന്ന ഒരു ടെൻഷൻ? അല്ല, രഞ്ജിതേനെ ഞാൻ ഓഡിയൻസ് കണ്ടപ്പോ തന്നെ അപ്പൊ നോക്കുമ്പോ റഷീദൊക്കെ ഉണ്ട്, അയ്യോ എന്നെ അറിയുന്ന ഒരുപാട് പേർ. അതായിരുന്നു. അങ്ങനെ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉറങ്ങാത്തതിന്റെ ഒരു കിളിപോയ അവസ്ഥ ഉണ്ടായിരുന്നു. 3-4 ദിവസമായിട്ടുള്ള ഫംഗ്ഷനുകൾ 3-4 ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിന്റെ ഒരു ഉറക്കമില്ലായ്മ. രാവിലെ 5 മണിക്ക് താലി കെട്ട് തലേ ദിവസം 12 മണി 1 മണിക്കാ സംഗീത് കഴിയുന്നു. അതൊക്കെ അതിന്റെ 2 ദിവസം മുമ്പ്. അങ്ങനെ എല്ലാം കൂടെ പിന്നെ 10,000-2,000 ആൾക്കാരെ ഒരുമിച്ച് ഇങ്ങനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു കിളി പോയ അവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര പ്ലസന്റ് ആയിട്ട് നിൽക്കായിരുന്നു. ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, ചില്ലായിട്ട് പോയി. അങ്ങനെയും പറയാം. എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞ അന്ന് എന്തൊക്കെ ഉണ്ടായി. നിങ്ങൾ വന്നിരുന്നില്ലേ? ജീവിതത്തിലെ നായകനാവുന്ന അവസരമാണല്ലോ ഈ വിവാഹം എന്ന് പറയുന്നത് ഏതൊരാളുടെ. അപ്പൊ സ്വാഭാവികമായിട്ടും കാഴ്ച മുഴുവൻ അങ്ങോട്ട് കേന്ദ്രീകരിക്കും. അപ്പൊ അതിന്റെ എല്ലാവരെയും നമ്മൾ ചിരിക്കണം. ബന്ധുക്കളൊക്കെ വരുമ്പോ അല്ലെ എല്ലാവരും നമ്മളെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നം. എനിക്ക് ആരൊക്കെ വന്നു ആരൊക്കെ പോയി അത് അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ പിന്നെ എല്ലാവരുടെയും കാര്യം കല്യാണം കഴിഞ്ഞ ദിവസം ആരും ഉറക്കൊന്നുമില്ല, പിന്നെ ഓർക്കാൻ ആഗ്രഹിക്കില്ല. പറഞ്ഞ 3 കാര്യം എന്താ വെച്ചാൽ 3 തവണ ആൾ എന്നെ ഓർമ്മിപ്പിച്ചു. ഇത്രേ ഹാപ്പി മാരീഡ് ലൈഫ് നിങ്ങൾ പറയുന്നവരോട് തിരിച്ചു പറയേണ്ടത്. തിരിച്ചു പറയായിരുന്നു ഹാപ്പി മാരീഡ് ലൈഫ്. അതൊക്കെയായിരുന്നു അവസ്ഥ. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെയായിരുന്നു എന്റെ അവസ്ഥ. പക്ഷെ ഞാൻ
ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് മൊത്തം റിലേ പോയി നിൽക്കരുത്. കുറെ പേര്, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് പിന്നെ ഇങ്ങനെ ആൾക്കാരെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് മറ്റൊരു സംഭവം. ഇന്നാള് ഒരു ലോഞ്ച് ഇവന്റിന് വെച്ചിട്ട് ഞാൻ ജീപ്പിച്ചാനെ കണ്ടപ്പോ ജീപ്പിച്ചാനെ അവിടെ പറയണ്ടേ, ഇത് കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രോവേർട്ട് ലിവിങ് വിത്ത് എൻ ഇൻട്രോവേർട്ട് ആ ഒരു സംഭവമാണെന്ന്. എങ്ങനെയുണ്ട് ആ ഒരു കോംബോ മൊത്തത്തിൽ? കോംബോ രസമാണ്, നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ച ഒരു കാര്യം ചോദിച്ചാൽ, അങ്ങനെ പഠിച്ച കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മനോരാജ്യത്തെ കുറിച്ച് പറയാൻ സമയം ഉണ്ടാവില്ല. അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിനായിട്ട് എനിക്ക് ഒരു ദിവസം സ്പെഷ്യൽ ആയിട്ട് തരണം, ഞാൻ കൊണ്ടുവരാൻ കേട്ടോ. ദിസ് ഇസ് എ പ്രോമിസ് ഫ്രം ജീപ്പി ചേട്ടൻ. എനിവേ, കമ്മിങ് ബാക്ക് ടു മനോരാജ്യം, ഹൗ വാസ് ഇറ്റ് ബീയിങ് ഹിസ് ഹീറോയിൻ? പറയൂ, ഇത്രയും ഫൺ ആൻഡ് ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഹീറോയിൻ ആയൊരു ഇതിനെ പറ്റി. ടെറിബിൾ. ജീപ്പി ചേട്ടാ സ്പോയിൽഡ് ഇൻ 1 minute. കുഴപ്പമില്ല, ആ കുട്ടിയുടെ പക്വതയില്ലായ്മയായിട്ട് ഞാൻ അതിനെ കരുതുന്നു. ഇറ്റ് വാസ് ആക്ച്വലി ഫൺ. ഓസ്ട്രേലിയ ആയിരുന്നല്ലോ, സോ ഇതുപോലെയുള്ള ഒരു നമ്മൾ കണ്ട് പരിചയിച്ച അങ്ങനെയൊന്നും അല്ലല്ലോ. സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ്. എല്ലാം കൊണ്ടും പുതിയതായി, എല്ലാം പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ. ഹീറോ ഇപ്പോഴും ഒരുപോലെ തന്നെയാണല്ലോ. ഇവിടെയും അവിടെ ഇവിടെയൊക്കെ ഒരു കിളി പോയ അവസ്ഥയിലാണ്. അത് കാരണം അത് വലിയൊരു ഇതുണ്ടായിരുന്നില്ല, വലിയൊരു ഷോക്കായിരുന്നില്ല. ഞാൻ എന്താ പറയാ, പ്രിപ്പയർഡ് ആയിരുന്നു. അല്ല ജീപ്പി ചേട്ടാ, ഇത് കാണുമ്പോ ഓഡിയൻസ് ശരിക്കും ഏറെക്കുറെ എല്ലായ്പ്പോഴും ഇങ്ങനെയാണോ എന്നൊരു. ഞാൻ ലൈഫിൽ ഭയങ്കര സീരിയസ് ആയിട്ട് മനുഷ്യനാണ്. ആണോ? എന്തൊരു മൂളല്. നമുക്ക് വിശ്വസിച്ചോ? അല്ല, ഞാൻ കാണുമ്പോ വളരെ ഭയങ്കര സീരിയസ് ആണ് ലൈഫിൽ. എനിക്ക് സീരിയസ് ലൈഫിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. എന്താണ് കാഴ്ചപ്പാട്? ഇത് പറയൂല. അങ്ങനെ നിങ്ങൾ എന്റെ കാഴ്ചപ്പാട് അതിന്റെ ഇടയിൽ കൂടെ എന്താണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാഴ്ചപ്പാടാ. അതൊന്നും ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ല. സീക്രട്ട് ആണെന്ന്. അല്ല, ഞാനിത് ആരോടാ ചോദിക്കുന്നതെന്ന് ഞാൻ മോളെ, ഇത് നമ്മളും കുറെ ഫൈറ്റുകളാണെന്നല്ല ചോദിച്ചോ. ഓക്കെ, അപ്പം ഇനി നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മനോരാജ്യത്തിൽ നിങ്ങൾ 3 പേരും എന്താണ്, ആരായിട്ടാണ് വരുന്നത്? ഞാന് GP-യുടെ ക്യാരക്ടറിന്റെ വളരെ ചേർന്ന് നിൽക്കുന്ന, GP എന്ത് തീരുമാനം എടുത്താലും അതിനോട് ചേർന്ന് നിൽക്കുന്ന, ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പോലെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടായ ബ്ലൂടൂത്ത് രവി ആയിട്ടാണ് ഞാൻ എടുത്തത്. ബ്ലൂടൂത്ത് രവിയോ? ക്യാരക്ടറിന്റെ പേര് ബ്ലൂടൂത്ത് രവി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. GP ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മുതലാളിയാണ്. അപ്പൊ ഒരു മുതലാളിയോട് തോന്നേണ്ട എല്ലാവിധ ബഹുമാനങ്ങളും പുച്ഛവും സ്വയസിദ്ധമായ ഒരു പിടിച്ചിരിക്കുന്ന കട്ട് പറഞ്ഞാൽ പോലും കുറച്ച് വിടൂല. ഇതിന് ഒരു വലിയ ചരിത്ര പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ആ ക്യാരക്ടറിന്. അത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, അതായത് വളരെ പണ്ട് ഒരുപാട് പെണ്ണുങ്ങളെ പ്രണയിച്ച ഒരു വ്യക്തിയുണ്ട്, കാസനോവ, അറിയാലേ? അദ്ദേഹത്തിന്റെ വകയിലുള്ളൊരു ജീനുണ്ട്. ആ ജീൻ ഇദ്ദേഹത്തിന് അമ്മയുടെ ആ ഒരു ബന്ധത്തിൽ വെച്ചിട്ട് ഈ കാസനോവുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിട്ട് അതിലുണ്ടായ ഈ ബ്ലൂടൂത്ത് രവിന്റെ മുത്തശ്ശി. ഗോകുലൻ ചേട്ടാ, ഈ ബ്ലൂടൂത്ത് രവി എന്ന് പേര് വരാൻ കാര്യം എനി കണക്ഷൻ വിത്ത് ദ കാസനോവ, എന്താണ് ആ ഒരു ബന്ധം? ആ പേരെന്തായാലും സിനിമ കാണുമ്പോ കണ്ടു കഴിഞ്ഞാൽ ആ പേരും ഈ റിലേഷനും മനസ്സിലാവും. സിനിമ മനസ്സിലാകുന്നല്ലേ? നിങ്ങൾ പറയുന്ന രഞ്ജിതയ്ക്കും അറിയില്ല തോന്നുന്നില്ലേ? നിങ്ങൾ പറഞ്ഞ പോസ്റ്ററില്ലേ, ആ പോസ്റ്ററിൽ നമ്മുടെ ആ പോസ്റ്ററിൽ മാത്രമാണ് പുള്ളി ബ്ലൂടൂത്ത് യൂസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ. ബാക്കി ഫുൾ സമയത്ത് ബ്ലൂടൂത്ത് ഉണ്ട്, അല്ലാത്ത സമയത്ത്. പക്ഷെ ഈ സാധനം നിലത്തേക്കില്ല. ഇതിലാണ് എല്ലാം ലോകം ഉള്ളത് എന്നല്ലേ? ക്യാരക്ടറിന്റെ കാര്യമല്ലേ ശരിക്കുള്ള ഗോകുലൻ ചേട്ടനെ ഞാൻ ഗോകുലിനോട് അങ്ങനെ സംസാരിക്കില്ല. ഓ, ഫ്ലൈറ്റിൽ പോയപ്പോ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോയത്, ഓസ്ട്രേലിയക്ക് പോയത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും, അവിടെ ഇരിക്കും, ഞാനിവിടെ ഇരിക്കും. ഭക്ഷണം കഴിക്കാം. ജീപ്പ് ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന എന്റെ അത്രയും കൂടി സംസാരിക്കാത്ത ആളുണ്ട്, രഞ്ജിത അല്ലേ? അല്ല, ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്ക് തിരിച്ചു വരാം. നമ്മൾ എല്ലാരും ഇവിടെ ഇത്രയും സംസാരിക്കുമ്പോ ഇതുവരെ ഒന്നും സംസാരിക്കാണ്ട് മാതേഷ് സാറ് സൈഡിലിരിക്കുന്നുണ്ട്. പുള്ളി സംസാരിക്കുക, പുള്ളിയുടെ കൈകളാണ് എല്ലാ കുറ്റവും പുള്ളിയുടെയാണ്. അത്രയും ആ സോങ്ങിന് ഒരു കൈയടി കൊടുക്കാം. ലൈക്ക് കിഡിലൻ ഫ്രെയിംസ് ആട്ടോ.
ഓസ്ട്രേലിയയുടെ ഭംഗി അതേപോലെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. സോ മാതേഷ് സർ ഇസ് എ വെരി നോൺ സിനിമാറ്റോഗ്രാഫർ ഫ്രം തമിഴ്നാടു അല്ലേ? ഇവിടെ മലയാളത്തിൽ ഇങ്ങനെ ത്രൂ ഔട്ട് ഒരു ഫിലിമിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ലൈക്ക് ഇൻ അബ്രോഡ് വർക്ക് ചെയ്യുന്നത് ഇതിലല്ലേ, ലൈക്ക് ത്രൂ ഔട്ട് ഒരു സിനിമാറ്റോഗ്രാഫർ ആയിട്ട്? ഇല്ല, തെലുങ്ക് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഈ ടീം മലയാളത്തില്. ഓക്കെ, അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? രഞ്ജിത പറഞ്ഞതുപോലെ ഫുൾ ഭയങ്കര ഫണ്ണും ട്രാജഡിയാണ് ഒരുപാട് ഉണ്ടായിരുന്നത്. ട്രാജഡി എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ആ ട്രാജഡി അല്ലേ, കണ്ടല്ലേ ഈ ടീമിൽ ഈ കണ്ടല്ലേ, ഇതേപോലെ തന്നെ ട്രാജഡി പിന്നെ ഇത് കളഞ്ഞിട്ട് ഇടി ഉണ്ടാക്കണം അങ്ങനെയല്ലേ ഇങ്ങനെയാണ് മൊത്തം ഈ ട്രാജഡി എന്ന് പറഞ്ഞാൽ മൊത്തം നാണ് തമിഴ് കൾച്ചർ അങ്ങനത്തെ സിനിമ പഠിച്ചും വളർന്ന് വന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഫുൾ മലയാളം സിനിമ ചെയ്ത് പഠിച്ചു വന്നിരുന്നു. പുറത്ത് രാജ്യത്തിൽ ചെയ്യുമ്പോഴുള്ള ആ ട്രാജഡി, പിന്നെ ഇവിടെ പോയി ഈ ഗ്യാങ്ങിനകത്ത് പട്ടു കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇത് ഫണ്ണും ട്രാജഡി അല്ലേ, അതുകൊണ്ട് ഇറ്റ്സ് ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ ഇതുപോലെ നല്ല കുറെ സിൻസിയാരിറ്റി ഉള്ള ആൾക്കാർ കൂടെ പണിയെടുക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നിങ്ങൾക്ക് അറിയുന്നില്ല, ഞങ്ങളൊക്കെ ഒരു റൂം വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ അണ്ണനോട് നല്ല ബഹുമാനം. അണ്ണൻ പറഞ്ഞ കേൾക്കും, ഗോകുല ലൈറ്റിൽ നിൽക്കുന്നു ഇതൊക്കെ ചെയ്യും. ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അണ്ണൻ പറഞ്ഞ ഒന്നും കേൾക്കൂല, പോയാണ് എപ്പോഴും വീട്ടില് പല പല മുറികളും അണ്ണൻ റഷീദൊക്കെ ഒരു വീട്ടിലാണ്. പ്രത്യേകത ഈ വീടിന്റെ തൊട്ട് മുന്നിൽ തൊഴുത്ത് പോലെ വിമാനത്താവളം, എയർപോർട്ട്. നമ്മൾ തന്നെ കുക്ക് ചെയ്യാം, അങ്ങനെ കഴിക്കാം. അപ്പൊ രാത്രി നൈറ്റ് ഷൂട്ട് കുറവായിരുന്നു. നൈറ്റ് ഷൂട്ട് 8 മണിയൊക്കെ 9 മണിയാവും വെളിച്ചം പോകും. അവിടുത്തെ സൺസെറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന പിന്നെ അണ്ണനെ പോയാണ് എപ്പോഴും ഷൂട്ട് ആണ്. നാളെ സീൻ തന്നെ ഞാൻ പോയാണ്. അത് പറഞ്ഞല്ലേ, നാളെ അവിടുത്തെ കൾച്ചറിൽ ആ സീരിയസ്നെസ് കാണിക്കുമ്പോൾ തന്നെ മൊത്തം കട്ടാക്കിയിട്ട് ഷൂട്ട് കളഞ്ഞില്ലേ. പിന്നെ രാവിലെ നമ്മൾ സീരിയസ് ആയിട്ട് ഷൂട്ട് ചെയ്യും, അഭിനയിക്കും, പണി നമ്മളെടുക്കും. തളത്തിൽ ദിനേശൻ എന്നുള്ള കഥാപാത്രല്ലേ, അതിന്റെ എവിടെയോ ഒരു ചെറിയ ജീനുണ്ട് തലയില്. കേരളീയൻ അപ്പൊ അതാണ് പറഞ്ഞത്. ഇപ്പൊ മാതേഷണ്ണന്റെ അടുത്ത് പെരുമാറുന്ന പോലെയാണ് മനു കേരളീയന്റെ അടുത്ത്. ഓഫീസിൽ ഭയഭക്തി ബഹുമാനാണ്, മുതലാളിയാണ്. എന്നിട്ട് അത് കഴിഞ്ഞവരെല്ലാരും ഒരു വീട്ടിലാണ് താമസിക്കുക. അതാണ് ഓസ്ട്രേലിയയിലെ അവസ്ഥ. അപ്പൊ പിന്നെ മനു പറഞ്ഞൊന്നും കേൾക്കൂല, മുതലാളിയല്ലോ, മുതലാളിയൊക്കെ അവിടെ ഓഫീസിൽ. എന്നിട്ട് ചിലപ്പോ ഇവര് മറന്നിട്ട് ഓഫീസിൽ നിന്ന് എടാപോടെ വിളിക്കും. അപ്പൊ ഡാന്നോ അല്ല സാർ, അങ്ങനെയാണ് റിലേഷൻ. നമ്മള് രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അതിഗൗരവൊന്നുമില്ല, പക്ഷെ ആവശ്യമുള്ള ജീവിതം. ആകെ ഗൗരവമുള്ളത് രഞ്ജിതയ്ക്കാണ്, സിനിമയിലല്ല ജീവിതത്തിൽ. ഇപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ്, വേറെ തലത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ ഒരു തലങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കാം. രഞ്ജിത, പ്ലീസ് ടെൽ us about മിയ. മിയ അങ്ങനെ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. മിയ നാട്ടില് താമസിച്ചു, പക്ഷെ അവിടെ എന്തൊക്കെയോ കാരണങ്ങളാൽ നാട് വിട്ട് ഓസ്ട്രേലിയ സ്ഥിരതാമസാക്കിയ ഒരു നോർമൽ പെൺകുട്ടി. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവം ശരിക്കും അതില്ലാത്ത കാരണമാണ് ആ ക്യാരക്ടർ അങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല, നോർമൽ ഒരു ക്യാരക്ടർ. ഓസ്ട്രേലിയക്ക് പോകുന്ന നോർമൽ മദ്രാസിലെ പോകുമ്പോ കുട്ടിയുടെ കഥയാണ്. ഈ കുട്ടി ഇങ്ങനെ വളരെ സിമ്പിൾ ആണ്, എല്ലാം വളരെ സിമ്പിൾ ആണ്. 45 ദിവസം ഞങ്ങൾ ഓസ്ട്രേലിയ ചിത്രീകരിച്ച സിമ്പിൾ പടം, സാധാരണ സിനിമ. ഈ രഞ്ജിത്ത് മിണ്ടിട്ടും കൂടി ഇല്ല എന്നോട് അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, എനിക്ക് വേറെ സ്ഥലത്തായിരുന്നു സ്റ്റേ. അത് ഗോകുലനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുമിച്ച് വന്നാണ് ഇടയ്ക്കൊന്ന് മിണ്ട്. ഇവരിതൊക്കെ സീരിയസ് ആയിട്ട് ശരിക്കും അല്ല, ഞങ്ങൾ ചിലപ്പോ ഇതൊക്കെ തമ്മേര് കൊടുത്തെന്ന് ഒരിക്കും പറയാൻ ആക്ച്വലി കോമ്പിനേഷന് താല്പര്യം ഉണ്ടായിരുന്നു. നവാസിക്കറോട് ഒന്നോ രണ്ടോ കിട്ടി, ഇദ്ദേഹത്തിനോട് അധികം കിട്ടിയില്ല. ഒന്നുമില്ല തന്നെ പറയാം. ഒറ്റ സീന് ഇവര് രണ്ടുപേരും ഓഫീസിൽ വരുമ്പോ ഏത് പോടാന്നൊക്കെ പറഞ്ഞു തരുന്നില്ലല്ലോ. എന്നാലും നമുക്ക് ഈ ഡ്രാമ ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് വന്നാൽ അതൊക്കെ ശരിയാണ്, സംഭവമൊക്കെ തന്നെയാണ്. എന്നാലും മനസ്സിലും ഉണ്ടല്ലോ, വേണ്ടിക്കൂടെ. അല്ല, ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ടാസ്ക് തരാം. അതായത് ഇപ്പം ബ്ലൂടൂത്ത് രവി, അതേപോലെ നിങ്ങൾക്ക് രണ്ട് ആക്ടേഴ്സിന്. ഓക്കെ, ഇപ്പൊ ഗോകുലൻ ചേട്ടൻ വേണമെങ്കിൽ കോമ്പിനേഷൻ സീൻ ഇല്ലാത്തതിന്റെ ആ ഒരു പകരം വീട്ടിൽ വേണമെങ്കിൽ. അപ്പൊ ബ്ലൂടൂത്ത് രവി ഇവിടെ കേരളീയ മനു കേരളീയ, എനിക്ക്
തിരിഞ്ഞു പോകുന്നു. മനു കേരളീയൻ. അപ്പം അതേപോലെ ഓരോ പേരുണ്ടല്ലോ. അപ്പൊ രഞ്ജിതയ്ക്ക് അതേപോലെ ഒരു സബ് നെയിം നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ വാട്ട് വുഡ് ഇറ്റ് ബി? അത് രഞ്ജിത എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റിക്ക് വേണ്ടിട്ടുള്ള പേരാണോ അതല്ലെങ്കിൽ ക്യാരക്ടർ? നമുക്ക് രഞ്ജിതയ്ക്ക് കൊടുക്കാം. അയ്യോ അപ്പൊ പിന്നെ 4-5 ദിവസം വേണം ആലോചിക്കാൻ. പല 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 നിഗൂഢതകൾ നിറഞ്ഞ സംഘർഷമായ ഒരുപാട് ലെയർ ഉണ്ട്, ഒരുപാട് ഒരു പ്രത്യേക അവസ്ഥാന്തരങ്ങളിലൂടെ ഒരു കഥാപാത്രം. ഇല്ല ജീവിച്ചേട്ടാ, അത്ര ലെയറിലേക്ക് പോകണ്ട, പുറമേ ഉള്ള ഒരു ഇത് വെച്ചിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. എളുപ്പമല്ല. റൈറ്റർ ഡയറക്ടർക്ക് എളുപ്പമല്ല. കാരണം ഈ പറയുന്ന അവസ്ഥകൾ ഒരുപാട് ഡയറക്ട് എഴുത്തുകാരനായ റഷീദൊക്കെ വാക്കുകൾക്ക് പഞ്ഞമില്ലാതെ ഇവിടെ 10-100 പാട്ടുകൾക്ക് വരികൾ അനായാസമായി കൊടുത്ത റഷീദൊക്കെ പറയുന്നത് എളുപ്പമല്ല എന്ന് രഞ്ജിതയെ വർണ്ണിക്കാൻ. ഓ അപ്പൊ എളുപ്പമല്ല രഞ്ജിത, അതാണോ? അത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ അടുത്ത് വന്നിരിക്കണം. അല്ല, ഏത് സെക്ഷനിലും അവരെ കോമഡി രീതിയിലാണെങ്കിലും ഗൗരവമായിട്ടുള്ള ചർച്ചകളാണെങ്കിലും ഏത് മേഖലയിലും സംസാരിക്കാൻ പറ്റുന്ന ക്യാരക്ടർ. നമുക്ക് ലോകത്തെ എല്ലാ വിഷയം, ഇനിയിപ്പോ ജപ്പാനില് മറ്റേ ഹിരോഷിമയില് ബോംബിട്ട വിഷയമാണോ അതും അവർ സംസാരിക്കും. അതിലും അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ. ക്യാമറ കൂടെ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇല്ലാത്ത ഞങ്ങളുടെ വിഷമം ഇപ്പോഴാണ് ഞങ്ങൾ ആ വിഷമം മാറിയത്. ഇവരൊന്നും ഹേമാ റിപ്പോർട്ടൊന്നും വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇവിടെ നേരെ തിരിച്ച ഒരു പെൺകുട്ടി ഞങ്ങളെ പീഡിപ്പിച്ച കഥയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് സാധനം വരാ ഇത് വല്ല ഹേമന്ത് റിപ്പോർട്ട് ഓസ്ട്രേലിയ നഗരത്തിൽ നമ്മൾ എന്താ പറയുക, ഒരു കാര്യം പറയാം, ഒരു കുടുംബം പോലെ ഒരു സിനിമ അല്ലെങ്കിൽ ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ഒരു കുടുംബം പോലെ പോയിട്ട് രസകരമായിട്ട് ഈ നിമിഷം വരെ ഒരു പ്രശ്നങ്ങളും ഇല്ല, വളരെ സന്തോഷത്തോടെയാണ് ഇത് വർക്ക് നടക്കുന്നത്. അതിന്റെ ഒരു ഇത് കാറ്റിക്കൂട്ടിലൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കൃത്രിമം പറയുന്ന ഒന്നല്ല. ഈ ഒരു മൂഡ് തന്നെയായിരുന്നു അവിടെയും ചിത്രീകരിക്കുമ്പോഴും. ആ കുടുംബത്തിലെ വല്യമ്മയാണ് അതിന്റെ ഇടയിൽ വല്ല കങ്കാരി വരരുതെന്നു. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ കങ്കാരി വന്ന ഞങ്ങൾ വിചാരിച്ചു കങ്കാരി ഒക്കെ. അല്ല, ഈ കുടുംബത്തിൽ കങ്കാരിയോ കണ്ട അതിന്റെ പിന്നാലെ ചാടി പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സംവിധായകൻ. ഭയങ്കര പക്വതയുള്ള ഒരു മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക കുടുംബമാണ് ഞങ്ങളുടെ മനോരാജ കുടുംബം. അല്ല, എനിക്ക് ശരിക്കും നിങ്ങളുടെ ഒരു സിംഫണി, ഒരു കൂട്ടായ്മ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഭയങ്കര രസമാണ് ഇവരുടെ അടുത്ത് ആക്ച്വലി. രസമില്ലാത്ത ഒരേ ഒരാൾ ഇതിന്റെ പ്രൊഡ്യൂസർ അനസായിരുന്നു. കാരണം അത് പറയാം, ഈ പ്രൊഡ്യൂസറെ കുറിച്ച് പറയണം. അത് യഥാർത്ഥത്തിൽ ഒരു സിനിമ പ്രൊഡ്യൂസർ അല്ല അദ്ദേഹം. സിനിമ ചെയ്യാൻ അല്ല, സിനിമയുടെ കാലങ്ങളായിട്ട് അതിന്റെ മേഖലയിലുള്ള ആളാണ്. ഇത് മോഹം കൊണ്ട് മാത്രം ഒരു ചെറുപ്പക്കാരൻ ഓസ്ട്രേലിയയിൽ കൊതി തോന്നിയതിന്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്യുകയും അങ്ങനെ അല്ല, അയാളെ നമുക്ക് ഉപദ്രവിക്കരുതെന്നും പറഞ്ഞ സമയം കൊണ്ട് കൃത്യമായിട്ട് അത് അവസാനിപ്പിച്ച് കയ്യിൽ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ തന്നെ അല്ലെങ്കിൽ അവിടെയുള്ള ഒരുപാട് പേര് ഇത് എന്താണ്, ചീറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ഇത്തരം ചില വർക്കുകളൊക്കെ വരാറുണ്ട്, ഇത് ഉടായിപ്പാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ആഹാ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു വൃത്തിയിലുള്ള ഒരു സാധനം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിന്റെ സന്തോഷത്തിലായിരിക്കും. ഓൾസോ ഈ സിനിമയെ പറ്റി റെഫർ ചെയ്തപ്പോൾ ഞാൻ മറ്റൊരു കാര്യം അറിഞ്ഞു, ഇതിലൊരു ഓസ്ട്രേലിയൻ മിനിസ്റ്റർ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അത് നമ്മൾ ഇതുവരെ കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. മലയാള സിനിമയിൽ ഒരു ഓസ്ട്രേലിയൻ മിനിസ്റ്റർ അഭിനയിക്കുക, അത് എങ്ങനെ എത്തിച്ചേർന്നു, എന്താണ് ആ സംഭവം? ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ജനറലി നിങ്ങൾ ഇതിനു മുമ്പ് പറയാൻ ഒരു ഓസ്ട്രേലിയൻ ലൊക്കേഷനിൽ പൂർണ്ണമായി ചിത്രീകരിച്ച ഒരു മലയാള സിനിമ നിങ്ങൾ ഇതുവരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലം എളുപ്പമല്ല, അപ്രോച്ചബിൾ അല്ല നമ്മുടെ മലയാള സിനിമയ്ക്ക്. അതൊരു വലിയ സ്കെയിലിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ്. അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഭയങ്കര എക്സ്പെൻസീവാണ്. ആൾക്കാർക്ക് പേയ്മെന്റ്, ഒരു ഡെയിലി വേജസ്, മിനിമം വേജ് എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു 30,000 25,000 ഒക്കെയാണ് 6 hours 5 hours വർക്ക് ചെയ്താൽ കിട്ടുന്ന. മീൻസ് അതാണ് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്, അവരുടെ ഒരു സ്പേസ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ 150 പേരുള്ള ഒരു ക്രൂ അവിടെ പോയി സ്ഥിരം സിനിമാ സെറ്റപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ചാലഞ്ചിങ് ആയിരുന്നു. ഡയറക്ടർക്ക് ചാലഞ്ചിങ് ആയിരുന്നു, ആക്ടർക്ക് ചാലഞ്ചിങ് ആയിരുന്നു, ക്യാമറമാന് ചാലഞ്ചിങ് ആയിരുന്നു, എല്ലാവർക്കും. ഞങ്ങൾ ആക്ടേഴ്സിനൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു സന്നാഹവും കിട്ടിയിരുന്നില്ല. പക്ഷെ അതിനേക്കാൾ വലിയ ചാലഞ്ചായിരുന്നു അനസിന്. കാരണം ഇത് നടത്തിയെടുക്കാൻ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്. ഇത് നടത്തിയെടുക്കാൻ ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴുള്ള ചെലവുകൾ എന്ന് പറയുന്നൊന്നും വിചാരിക്കാത്തതാണ്. ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കണേ
അതെ ഒരു 40,000 രൂപ വേണം. എന്താ പാർക്കിംഗ് പെനാൽറ്റി ഫീയാ എന്റെ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ്. ഒരു 4 കാറിൽ പോയിട്ട് അവിടെ പാർക്ക് ചെയ്ത് വന്നു 10 മിനിറ്റ്. അദ്ദേഹത്തിന്റെ സുഹൃത്തിലൊക്കെ കാറുകൾ, അതായത് അങ്ങനെ കൂടെ വരുന്നവര് പോലും അറിയാതെ ഇതില് ലയിച്ചിരിക്കുന്ന നേരത്ത് കാറ് വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കാണാനില്ല. അതിന് അത്രയും പൈസ നമ്മൾ വിചാരിക്കാത്ത ലെവലിലാണ് നമ്മുടെ വെല്ലുവിളികൾ വരിക. പിന്നെ ചില ലൊക്കേഷനൊന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പെർമിഷൻ കിട്ടി അതിനുള്ള അപ്രൂവൽ കിട്ടി അതൊന്നും ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്കുണ്ടാവും. ഈ അവിടെ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരോട് പറയണം. അവിടെ നമ്മളിപ്പോ രാവിലെ നമ്മൾ നല്ല കാലാവസ്ഥയായിട്ട് തുടങ്ങുമ്പോഴേക്കും കാറ്റും മഴയും വരും. ആ കാറ്റും മഴയും കഴിഞ്ഞ ഉടനെ കൊടും വെയിൽ വരും. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം ലിനൻ ഷർട്ടൊക്കെ ഇട്ടിട്ട് സമ്മർ ഭയങ്കര വെയിലുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ മാസ്റ്റർ ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ക്ലോസപ്പ് വെക്കാൻ നേരത്ത് കാറ്റും തണുപ്പും പിന്നെ ഡയലോഗ് രഞ്ജിതൊക്കെ പറയുന്നത് പല്ല് കടിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു എന്തിനാ ഇത്ര വികാരം, തണുക്കുന്നുണ്ടോ തനിക്ക് ഷർട്ടും പാന്റും ഷൂസെങ്കിലും ഉണ്ട്, എനിക്ക് ഇതിന്റെ അടിയിലൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂറ്റി അല്ലേ, ഞങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റുമോ? നാളെ വന്ന് ഷൂട്ട് ചെയ്യാന്ന് പറയാനുള്ള ഒരു ഫിനാൻഷ്യൽ അവസ്ഥ ഞങ്ങൾക്ക് ഇല്ല. അല്ലെങ്കിൽ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇനി സമ്മർ ആവട്ടെ അല്ലെങ്കിൽ സൂര്യൻ തിരിച്ചു വരട്ടെ. അത് ഞങ്ങൾക്ക് ഇത് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോ അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. വിറച്ചിട്ടാണ് ഈ പേപ്പറൊക്കെ കയ്യിൽ നിന്ന് പോകും. കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല, കണ്ണിന്ന് വെള്ളം ചാടുക. കാരണം എന്നെ പ്രപ്പോസ് ചെയ്യുന്ന സീനിൽ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നു. ഞാൻ എന്തിനാ ഇത്രയും വികാരം, പോടെ അവിടുന്ന് കാറ്റടിച്ചിട്ടാണ്. സീൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടില്ല. നമ്മുടെ പാട്ടിന് തൊട്ട് മുമ്പുള്ള ലൊക്കേഷൻ, നമ്മളാ ഒരു വൈറ്റ് കളർ സംഭവം, ആ ലൊക്കേഷൻ നിങ്ങൾ കാണുമ്പോ ശാന്തസുന്ദരമായ ലൊക്കേഷൻ അല്ലേ, അതിന്റെ മുമ്പ് ഒരു സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഞാനൊരു ഡയലോഗ് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ രഞ്ജിത കാണാനില്ല, ഇയാള് മാറിപ്പോയി. ശരിക്കും കാറ്റ് അത്രയും കാറ്റാണ്. എന്നിട്ട് ഇയാൾ അപ്പുറത്ത് പില്ലറിൽ പോയി നിൽക്കുക. ഞാൻ ഇവിടെ നിൽക്കുന്നു, അല്ല ഞാൻ ശരിക്കും ഒരു പില്ലർ ചാരി നിൽക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് നീങ്ങി പോവാ കാറ്റ് വന്നിട്ട്. ബീച്ചിന് തൊട്ടടുത്തിട്ടുള്ള ഒരു ഹില്ലിന്റെ മേലെയാ. അപ്പൊ ഫുൾ കാറ്റ് നമ്മുടെ അവിടെ ക്യാമറ ഒക്കെ നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ അറിയാല്ല. അതായത് ഇവിടെ അഭിനയം മാത്രമല്ല, എന്റെ പിറകിലുള്ള സംഭവങ്ങളൊക്കെ അതിന്റെ ഒക്കെ റിസ്കില് ഒന്നും കേൾക്കാനില്ല, വോയിസ് കേൾക്കുന്നില്ല, അവിടെ സംസാരിക്കുന്നത്. ഡബ് ചെയ്യുമ്പോ ഡബിംഗ് ബൂത്തിൽ ഞങ്ങൾക്ക് പൊതുവേ ഡബ് ചെയ്യാൻ നേരത്ത് പൈലറ്റ് ഒരു സാധനം കിട്ടും, അത് പിടിച്ചാൽ ഞങ്ങൾ ഡബ് ചെയ്യാം. ഞങ്ങൾക്ക് ഇത് ഈ സീനിലെ ഡബിംഗ് ബൂത്തിലെ പൈലറ്റ് തരുന്നത് ഇതിലാണ് ഞാൻ കൂടെ പോയിരുന്നു എന്ന് ചോദിക്കുന്ന ഡയലോഗ്. അത് സത്യമായിരുന്നു. അപ്പൊ ഓരോ സീനും ഡബ് ചെയ്ത് ഇങ്ങനെ വന്ന് ഞങ്ങൾ ഇമോഷണൽ ഒക്കെ ആയിട്ട്, അപ്പൊ ഇനി അടുത്ത സീൻ ആ പൈലറ്റ് ഒന്ന് കേട്ടെ എന്നിട്ട് വികാരമരുന്നതായിട്ട് ഞാൻ ചോദിക്കേണ്ടത് എനിക്ക് മനസ്സിലൊന്നും വെക്കാൻ പറ്റാത്തോണ്ട് ചോദിക്കുക, ഇതാണ് ചോദിക്കേണ്ടത്. ഇത് പറഞ്ഞ പൈലറ്റ് അപ്പോ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ചാലഞ്ച്, കാലാവസ്ഥ ഇങ്ങനെ ഒരുപാട് ചാലഞ്ച് ഉള്ള ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ പല രീതിയിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരിധി വരെ തരണം ചെയ്യാൻ പറ്റിയത് ഇതുപോലുള്ള മിനിസ്റ്റീരിയൽ മേഖലയായിട്ടുള്ള അനസിന്റെ കോണ്ടാക്ട് ആണ്. അപ്പോൾ അനസ് അതൊരു കേർട്ടസി ജസ്റ്റർ ആയിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം അത് എക്നോളജ് ചെയ്തു. അത്രയും തിരക്കുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന് കുറേ നല്ല സുഹൃത്തുക്കളുണ്ട്. അതാണ് ഇതിന് ഗുണമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് മെൽബണിൽ ഇപ്പൊ ലോസ് ഓഫ് പേയിൽ വന്നിട്ട് നമ്മുടെ ഈ സിനിമയുടെ കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുണ്ട്. യഥാർത്ഥമായി സംഭവിച്ച ഒരു കാര്യം, ഇതിന്റെ ഷൂട്ടിന്റെ ഇടയിൽ അവിടുത്തെ വളരെ പ്രമുഖരായിട്ടുള്ള ചില ആൾക്കാർ എന്നെ മാറ്റി നിർത്തി പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ആവുമോ. എന്നിട്ട് അവർ പറഞ്ഞത് ഈ സിനിമ കംപ്ലീറ്റ് ആയാൽ ഞങ്ങൾ ഇനി മുന്നിൽ ഫുൾ അനസിന്റെ കൂടെ നിൽക്കും, കാരണം ഇത് റിലീസാവുന്ന ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അങ്ങനത്തെ ഒരു സ്പേസിൽ നിന്നും ഒഫീഷ്യൽ സെലക്ഷൻ ഇൻ മെൽബേൺ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തി വിനീത് ഇറങ്ങിയ പാട്ടൊക്കെ പുറത്തിറങ്ങിയപ്പോ ഇപ്പൊ ഓസ്ട്രേലിയയിലുള്ള ഫുൾ ടീമും ഞങ്ങളുടെ കൂടെ. ഇപ്പൊ അവിടെ തിയേറ്ററുകൾ ഫുള്ളാണ്. ഞങ്ങൾ ചെന്ന് കളിക്കാൻ ഉദ്ദേശിക്കുന്ന തിയേറ്ററുകൾ ഫുള്ളാണെന്ന് ഫുൾ ടിക്കറ്റ്സ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. എങ്ങനെ സംഭവിക്കാന്ന് അറിയില്ല. ഫസ്റ്റ് മലയാളം ഫിലിം ടു ബി കംപ്ലീറ്റ്ലി ഷോർട്ട്. ഇത് മലയാള സിനിമയ്ക്ക് ഒരു കോൺട്രിബ്യൂഷൻ ആയ അതാണ് ഞങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ ചാലഞ്ചുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ്. അവിടുത്തെ ടൂറിസം മേഖല എന്നുള്ള ഒരു അർത്ഥത്തില് അവർ ചിലപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അത് മാത്രമല്ല, ഇപ്പൊ പറയുമ്പോ കൂട്ടം മിസ്സാവാതിരിക്കാൻ പറയാം. അതിന്റെ പിറകിൽ അനസിനോടൊപ്പം സഹായിച്ച ഓസ്ട്രേലിയൻ മലയാളികള് ഒത്തിരി, ഓരോരുത്തരുടെ പേര് നമ്മൾ വ്യക്തമായി എടുത്തു പറയല്ലേ, എല്ലാവരും അത്രമാത്രം കൂടെ കൂടിയിട്ടുണ്ട്. അവരൊക്കെ എല്ലാവർക്കും വർക്കുള്ളതാണ്. ഇപ്പൊ ഈ അനസിന് അടക്കം തൊഴിൽ നഷ്ടപ്പെടാവുന്ന രീതിയിൽ വരാൻ പറ്റില്ല. അപ്പൊ പ്രൊഡ്യൂസർ ആണ്, പക്ഷെ അയാളെ വർക്ക് ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇരിക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിടിച്ചിരുത്തേനെ. നിങ്ങൾക്ക് നല്ല കണ്ടന്റ് വായിക്കണേ, ഭയങ്കര രസികനാണ്. ഞങ്ങളെക്കാൾ കഷ്ടമാണ്. ഞങ്ങൾക്ക് ബിരിയാണി ഭക്ഷണം വേണമെന്നാണ് ഇപ്പൊ പോയിട്ട് പിന്നെ പോകുന്ന ആള് ഓഫീസിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് വേറെ എന്തൊക്കെ ചെയ്തിട്ട് ഓടി വന്നിട്ടാണ് ഫുഡ് കൊണ്ടുവരിക. കാരണം അവിടെയൊക്കെ എല്ലാവരും സഹായിക്കാൻ വരുന്നവരൊക്കെ അവനാന്റെ തൊഴില്. പിന്നെ ഓസ്ട്രേലിയൻ കൾച്ചറും അങ്ങനെയാണ്. നമ്മളിവിടെ ഒരു ആവശ്യം വന്ന ഒരു ഇലക്ട്രീഷ്യന് ആവശ്യം വന്ന അപ്പൊ വിളിക്കും, ഒരു പ്ലംബറെ ആവശ്യം വന്നാൽ അപ്പൊ വിളിക്കും, ഒരു ഗാർഡനറെ ആവശ്യം വന്നാൽ വിളിക്കും. ഇതെല്ലാം സെൽഫ് സഫീഷ്യന്റ് അവിടെ എന്ന് വെച്ചാൽ
ഭയങ്കര എക്സ്പെൻസീവ് ആ സ്പേസ്. ഇവരെന്നെ മറ്റേ സാധനം വാങ്ങിക്കൊടുത്തിട്ട് സ്വയം ഫിക്സ് ചെയ്യുക, എല്ലാം ഒറ്റ പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, കാരണം ആളെ കിട്ടാൻ. അപ്പൊ അതിന്റെ രഞ്ജിത പറഞ്ഞ പോലെ മറ്റേ ഇത് കട്ട് ചെയ്യുന്ന ആളിനെ ഇന്ന വണ്ടിയിലെ കണ്ടെന്ന് പറഞ്ഞില്ലേ, എസ് ക്ലാസ് ബെൻസിലാണ് മറ്റേ പുല്ല് കട്ട് ചെയ്യുന്ന ആള് വന്ന് ഇറങ്ങിയത്. അപ്പൊ രഞ്ജിത എടോ ഇത് എസ് ക്ലാസ് അല്ലേ, ഞാൻ പറഞ്ഞു അതെ കാണാത്ത പോലെ അവസ്ഥ. നാളെ വേണ്ട, ഇന്ന് 12 മണിക്ക് പോയാൽ പോലെ ഇന്ന് പോയാൽ പോലെ. വിനീതേട്ടൻ പാടിയ ആ ഒരു നിങ്ങളുടെ രണ്ടുപേരും റൊമാൻറ്റിക് സോങ് ഞാൻ കേട്ടു കണ്ടു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് അതിലകത്ത് വിഷ്വൽസ്, ആ ബീച്ചിലകത്ത് വേവ്സും ഒക്കെ വന്നിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പം സർ ഇങ്ങനെ ഓരോ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഓസ്ട്രേലിയ പുതിയൊരു സ്ഥലമാണ്, ഐ ഡോണ്ട് നോ, യു മൈറ്റ് ഹാവ് ബിൻ ദേർ ബിഫോർ, ആദ്യമായിട്ടാണ്. അതിന്റെ അഹങ്കാരം ഓസ്ട്രേലിയക്ക് ഉണ്ട്. ആ അപ്പം എങ്ങനെയാണ് അത് യുനോ കോർഡിനേറ്റ് ചെയ്തെടുത്തത്? അതായത് ഓക്കെ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഹണ്ടിനൊക്കെ പോയി കഴിയുമ്പോൾ ഓസ്ട്രേലിയ ഒരു എക്സ്പെൻസ് ഷൂട്ട് ചെയ്യുന്നത് ഹണ്ടൊന്നുമില്ല. അങ്ങനെയല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഒരു ടീം ആയത് കൊണ്ടാണ് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇവര് നമ്മൾ പറയണതും പിന്നെ ഇവരോട് ഡയറക്ടറുടെ ടേസ്റ്റ് ഓഫ് ഇതും ആ സോങ്ങിനനുസരിച്ചുള്ള വിഷ്വൽ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു നമ്മൾക്കൊരു തോന്നൽ വരില്ലേ, ആ തോന്നൽ പറയുന്ന സംഭവത്തിലേക്ക് ഇവർ ഫുള്ള് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കാര്യം എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റും. അല്ലെങ്കിൽ വെറുതെ ഭംഗിയുള്ള സ്ഥലങ്ങൾ മാത്രം പോരെ. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കാട്ടും ഈ പ്രൊപ്പോസൽ സീനാണ് കേട്ടോ, അത് പുള്ളി പറഞ്ഞത് ഒരു ഫൺ എലിമെൻ്റ് ആയിട്ടുള്ള ഐ ഫീൽ അവിടത്തുള്ള ആ കാലാവസ്ഥയിൽ ഞങ്ങൾ ക്യാമറ പിടിച്ച് നിന്നു എല്ലാം അതൊക്കെ ഓക്കെയാണ്. ബട്ട് ആക്ടേഴ്സിൻ്റെ ഒരു മാനസിക സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ എമോഷൻ കറക്റ്റ് രീതിക്ക് ഫേസിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ കാണുക ആ ഈ സീൻ മാത്രം. ഇപ്പോൾ GP പറഞ്ഞ ആ സംഭവം നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ആക്ടേഴ്സിന് അവരോട് അവരുടെ പർപ്പസ് എന്താണ് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതുകൊണ്ടാണ് അപ്പോൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് പിന്നെ തോന്നിയത് എന്താ വെച്ചാൽ മറ്റേ ഒരു ക്യാമറാമാനും ഇതുപോലൊരു ചാലഞ്ച് ഉണ്ടായിട്ടുണ്ടാവില്ല. രാത്രി 9:30 സൂര്യരശ്മി കട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുക. ഇതിങ്ങനെ രാത്രി 9 മണിക്ക് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക, സൂര്യൻ കടന്നിട്ട് ഇങ്ങനെ തെളിച്ച് ഞങ്ങളുടെ മുഖത്തേക്ക് അടിച്ചിട്ട് ഈ ലൈറ്റ് ഒന്ന് കട്ടായാൽ ഞങ്ങൾക്കപ്പോ കുറെ സന്നാഹങ്ങൾ വേണമല്ലോ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇത്രയും ബേണായി കിടക്കുമ്പോ നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് ഫുള്ള് ഫ്ലാറ്റ് ആണ്. അപ്പൊ സമയം നോക്കുമ്പോ രാത്രി 9 മണി. ഇത് ഇനി എപ്പോ ഇതൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാലെങ്കിൽ അതൊരു എനിക്ക് ഞാൻ മേക്കിംഗ് വരെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അത് തപ്പി എടുക്കണം. കാരണം ഞാൻ എന്നിട്ട് പറഞ്ഞു സമയം 9:30, ഞങ്ങൾ ഈ സൂര്യനെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ ലൈഫിൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. രാത്രി 9:00 സൂര്യൻ പോയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്റെ കരിയറിൽ ഉണ്ടായിട്ടില്ല. വിഷ്വലായിട്ട് അങ്ങനത്തെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾ പറഞ്ഞു ഇവിടെ പറഞ്ഞു അവിടുത്തെ ഫെസിലിറ്റി ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ടും ചില കാര്യം. ബട്ട് ഇറ്റ്സ് ബിഗ് ചാലഞ്ച്. അത് കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു. അത്രയും നമ്മള് എവിടെ വെച്ചാലും ഫ്രെയിം അല്ലേ, അതൊരു അല്ല അങ്ങനെയല്ല. നമ്മളിപ്പോ നാടിനെ മോശമായിട്ട് പറയില്ല, നാടിന് നമ്മൾ കണ്ടിട്ടേ എനിക്ക് ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി. അടുത്ത സിനിമയ്ക്ക് ഞാൻ ഓസ്ട്രേലിയ കണ്ടിട്ടില്ല. അടുത്ത സിനിമയിൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാനൊന്ന് ഓസ്ട്രേലിയ പാവാണ്. അപ്പോൾ അതിന്റെ ഒരു ഭംഗി അതിലുണ്ട്. പിന്നെ സീസൺ മാറുന്നുണ്ടാവുന്നു. ഞങ്ങൾക്ക് ഫുള്ള് നല്ല മാറിയ സീസൺ ഒന്നും കിട്ടിയില്ല. എങ്കിലും ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴേക്കും കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. അതൊക്കെ ചിത്രീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെ അവിടെ ഒറ്റ കാര്യം കൂടി, അവിടെ ഒരു ഹെലികോപ്റ്റർ നായകനും കൂടിയിട്ട് ഒരു സോങ് സീൻ എടുക്കണം. ചുമന്നൊരു ഹെലികോപ്റ്റർ അതിലേ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അന്നേരം ഈ ഹെലികോപ്റ്ററുള്ള മനുഷ്യന് മനസ്സിലായത് ചിത്രീകരിക്കുകയാണ്. അയാള് ഇവർക്ക് വേണ്ടിയിട്ട് ആ പിറകു വേഷത്തേക്ക് അത് വന്ന് സെറ്റായി പതുക്കെ അങ്ങോട്ട് കടന്നുപോയി. ചില ഭാഗ്യങ്ങൾ അങ്ങനെയൊക്കെ. അതായത് നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അവര് അത് മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കാൻ തയ്യാറാവുന്നുണ്ട്. അത് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്ന് മനസ്സിലായി, നമുക്ക് ആ വിഷ്വൽ വേണമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവരത് അക്കോമഡേറ്റ് ചെയ്തൊന്ന് പോയി. തൊട്ട് ബാക്കിൽ വലിയൊരു ചുമന്ന ഹെലികോപ്റ്റർ ഒക്കെ. വേണമെങ്കിൽ വേണമെങ്കിൽ പറയാതെ അനസ്മം പൈസ കൊടുത്തിട്ടുണ്ടാക്കി നമുക്ക് പറയാം. പക്ഷെ അപ്പം നാട്ടിൽ നിന്ന് വെളിയിലാണ്, ഓസ്ട്രേലിയയാണ്, എന്തായാലും മലയാളികൾ ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. GP ഫാൻസും ഗോപിക ഫാൻസും ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. GP ചേട്ടാ മലയാളികൾ തിരിച്ചറിയാ GP ചേട്ടനല്ലേ ഗോപിക ചേച്ചി. അപ്പം ഫാൻസ് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തെലുങ്കന്മാരൊക്കെ അയ്യോ തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ആണ്. അത് വേറെ കാര്യം. പറഞ്ഞപ്പോ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ വന്നിട്ട് പറയുന്നു പരിചയപ്പെടുന്നത് മുഴുവൻ അങ്ങനത്തെ ആൾക്കാർ. അവരൊക്കെ ഓടി
അങ്ങനെ നല്ല രസമായിരുന്നു. മേ ബി ജീപ്പ് ചേട്ടൻ ആ കഥ പറയുന്നതിനെക്കാട്ടും, അതായത് ജീപ്പ് ചേട്ടൻ എളിമ എന്നെ അതിനനുവദിക്കുന്നില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അങ്ങനെ ഒരു മോബിംഗ് സ്വഭാവം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ബട്ട് എല്ലാവരും ഈതർ ഡീഫോ ഡാൻസ് അല്ലെങ്കിൽ അലവൈകുണ്ഠപുരമലു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് നമ്മളെ പരിചയപ്പെട്ട് പോകുന്ന സംഭവങ്ങളാണ്. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ ആരും എവിടെയും കണ്ടുണ്ടായിരുന്നുണ്ടാവില്ല ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ വളരെ തന്ത്രപരമായിട്ട് ഡീൽ ചെയ്യും. അതുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആയി പോയി. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഞാൻ ഓസ്ട്രേലിയ വന്നു പോയതൊന്നും ഞങ്ങൾ അധികം ആൾക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വിടാൻ നേരത്താണ് ഞങ്ങൾ അപ്ലോഡുകൾ പോലും പോയത്. അപ്പൊ അതും അവിടെ ഷൂട്ട് ചെയ്യാന്നുള്ളത് ഒരാളോടും പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തായി തെളിവാനം പുറത്തു വന്നപ്പോഴാണ് ഒരു പടം മൊത്തം ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ചു എന്നുള്ള സംഭവം ഞങ്ങൾ വിടുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് ഇതിന്റെ ഒരു കംപ്ലീഷന് ശേഷം തന്നെ ചെയ്യാം. ചാലഞ്ചസ് അത്രയും അധികം ഉണ്ടായിരുന്നു, തുറന്നു പറയാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചാലഞ്ച് അല്ല. അപ്പൊ ഞങ്ങൾക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഞങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു അതിന് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതാണ് ഇപ്പൊ പ്രകടിപ്പിക്കാൻ കാരണം. അതല്ലെങ്കിൽ അത്രയും വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കില്ലല്ലോ. ഓക്കെ, ജീപ്പ് ചേട്ടൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെലുങ്കു ഇൻഡസ്ട്രിയിൽ യു ആർ എ വെരി റിനോൺഡ് ആക്ടർ. ഇവിടെ ആൻ ആക്ടർ കമ്മ ഹോസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ഒരു മിക്സ്ഡ് ഓഡിയൻസ് ആണുള്ളത്. പക്ഷെ അവിടെ സിനിമാ പ്രേമികളാണ് അധികവും ഫാൻസ് ആയിട്ടുള്ളത്. അപ്പൊ മലയാളത്തിൽ ഇനി അങ്ങനെ ഒരു ഷിഫ്റ്റ് ചേട്ടൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? അതായത് ഓക്കെ, കുറച്ചും കൂടെ ഇനി ഫിലിംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. എനിക്ക് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ എനിക്കിപ്പോ ഈ മനു കേരളീയൻ പോലുള്ള കഥാപാത്രങ്ങളൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന സ്ക്രിപ്റ്റുകൾ, എനിക്ക് സ്ക്രിപ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ചെയ്ത ഓഡിയൻസിന് നമ്മളൊരു പടം ചെയ്യുമ്പോൾ നമുക്കൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ തിയേറ്ററിൽ പോയി കാണുമോ എന്നറിയാത്ത സിനിമകളൊക്കെ പോലെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ കയ്യിലേക്ക് വരുന്നത്. വളരെ അപൂർവമായിട്ടാണ് മനു കേരളീയൻ പോലെയുള്ള നല്ല കഥാപാത്രങ്ങൾ വരുന്നത്. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഇതുവരെ ഞാൻ ചെയ്തതിൽ ഇൻക്ലൂഡിങ് പ്രേതം, എനിക്കൊരു എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഇൻ മലയാളമാണ് മനു കേരളീയൻ. കാരണം അത്രയധികം സാഹചര്യങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ ആ കഥാപാത്രത്തിനുണ്ട്. അസ്വസ്ഥതകളുണ്ട്, സംഘർഷങ്ങളുണ്ട്, തമാശകളുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, പ്രണയമുണ്ട്, ഒരുപാട് ക്യാരക്ടറിന് ഒരുപാട് ക്യാരക്ടർ ആർക്ക് ഉണ്ട് ശരിക്കും. അപ്പൊ അതെനിക്കൊരു ഗിഫ്റ്റ് കൂടിയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം. ആസ് ആൻ ആക്ടർ എനിക്ക് എന്നെ ടെസ്റ്റ് ചെയ്യാൻ, എവിടെയും പ്രൂവ് ചെയ്യാനല്ല, എനിക്ക് എന്നെ ടെസ്റ്റ് ചെയ്യാൻ. മാത്രമല്ല റഷീദക്ക് ഒരു മാജിക് അറിയുന്ന ഒരു മനുഷ്യനാണ്. ഈ മാജിക് ട്രിക്ക് എന്ന് പറയുന്ന ഒരു സട്ടിൽ ആർട്ടാണ്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഇത് പോയാൽ ഇത് മൊത്തത്തിൽ പൊളിഞ്ഞു പോകും, ഇത് മാജിക് കൊളാവും, ആൾക്കാർ കണ്ടുപിടിക്കും. ഇദ്ദേഹം അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഈ സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ആക്ടേഴ്സിന് പല സമയത്തും ഇതിൽ ചാലഞ്ചാണ്. വൃത്തിയായിട്ട് കറക്റ്റ് മീറ്ററിൽ ഡെലിവറി ചെയ്തില്ലെങ്കിൽ ഇത് കയ്യിൽ പോകും. അപ്പൊ അതും ആസ് ആൻ ആക്ടർ, ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഒന്നല്ല, പക്ഷെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അതെനിക്കൊരു ചാലഞ്ചായിരുന്നു. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ പറ്റി. ഇത് ആളുകൾ കാണുകയാണെങ്കിൽ എന്നെ കൂടുതൽ മലയാള സിനിമയിൽ അവരിതുവരെ ചിന്തിക്കാത്ത രീതിയിൽ എന്നെ ഉപയോഗിക്കാം എന്നുള്ള പോസിബിലിറ്റീസ് ചിലപ്പോൾ കൂടുതൽ സംവിധായകർക്കും എഴുത്തുകാർക്കും വന്നേക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് ആളുകളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം എപ്പോഴും ഇപ്പോഴും ഈ തവണത്തെ പോലും ഐഫ, സൈമ, ഫിലിം ഫെയർ ഒക്കെ ഹോസ്റ്റിങ്ങിന് എന്നെ വിളിക്കുന്നതും ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നതും, ഞാനൊരു ഹോസ്റ്റിംഗ് സ്പേസ് അവിടെ ഡോമിനൻ്റ് ആയിട്ട് ചെയ്തു വെച്ചോണ്ടാണ് എനിക്ക് ഇത്രയും ഓഫർ അവിടെ വരുന്നത്. തെലുങ്കിൽ ഞാനിപ്പോൾ നാലാമത്തെ സിനിമ കഴിഞ്ഞ് 5ാമത്തെ സിനിമ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വൈകുണ്ഠപുരം പോലെയുള്ള ഒരു സ്പേസ് ആൾക്കാർ കണ്ടോണ്ടാണ്. ആൾക്കാർ കാണുന്ന സിനിമയുടെ ഭാഗമാകുമ്പോഴേ നമുക്ക് ഓഫർ വരുന്നുള്ളൂ. അപ്പോൾ മനു കേരളീനെ കൂടുതൽ ഇവിടെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റേഴ്സും ഡയറക്ടേഴ്സും കാണുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് അവർ മെല്ലെ എന്നെ കൺസിഡർ ചെയ്ത് തുടങ്ങും. നമുക്ക് അറിയില്ല ഇപ്പോൾ തെലുങ്കിൽ കിട്ടിയ ഒരു റെക്കഗ്നേഷൻ ഇവിടെ കിട്ടുമെന്നുള്ളത്. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബ്യൂട്ടിഫുൾ. എന്തായാലും അങ്ങനെ തന്നെ വരട്ടെ. മനു കേരളീയം കണ്ടിട്ട് ഇനി ഒരുപാട് വേഷങ്ങൾ വരട്ടെ. വൺ തിങ് ദാറ്റ് ഐ ലവ് അബൌട്ട് ജീപ്പ് ചേട്ടൻ ഇസ്, അതായത് സാധാരണ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് ഭാര്യമാരെ ഇങ്ങനെ മെല്ലെ ഒന്നും സ്ലോ ഡൗൺ ചെയ്ത് കരിയർ മുമ്പോട്ട് പോകുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ റീസെൻ്റ്ലി എന്ന് ഞാൻ പറയില്ല, ബട്ട് സ്റ്റിൽ ഒരു ജനറലൈസ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദിസ് മാൻ പുഷസ് ഹർ ടു ഹർ മാക്സിമം ലിമിറ്റ്സ്. അതിന് ഞാനൊന്ന് കൈയടിക്കാട്ടോ ചേട്ടാ. കാരണം ഗോപിക സീരിയലിൽ നിന്ന് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് സിനിമയിലേക്ക് എടുത്തു വെച്ചു. ആൻഡ് ഗോപിക തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ എൻ്റെ ലിമിറ്റ്സിലേക്ക് എപ്പോഴും പുഷ് ചെയ്യുന്നത്, ടു ബി എ ബെറ്റർ പേഴ്സൺ എപ്പോഴും പുഷ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് ആണെന്ന്. സോ അബൌട്ട് ഇറ്റ് പ്ലീസ്. അല്ല, അങ്ങനെയല്ല. ഞാൻ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപിക്ക് ഒരുപാട് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. ഭയങ്കര ഡ്രീമർ അല്ല, ഞാൻ ഭയങ്കര സ്വപ്നജീവിയാണ്. ശരിക്കും മനോരാജ്യം കാണുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതൊക്കെയാണ്. ഐ ലവ് ക്രൗഡ്, ഞാനൊരു സോഷ്യൽ ബീയിങ് ആണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും. എന്നെ റൂട്ട് ചെയ്യുന്നതും ഗോപികയാണ്. ചില സമയത്ത് ഞാൻ പാറി പറന്ന് നടക്കുമ്പോൾ ഷീ ബ്രിങ്സ് മീ ബാക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഐ ഫീൽ ദാറ്റ് ഷീ ഡിസേർവ്സ് സിനിമ. നല്ലൊരു ആക്ട്രസ് ആണ്. ബാലേട്ടനൊക്കെ പോലെയുള്ള സിനിമകൾ ചെയ്തു വെച്ച് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇത്രയും നല്ല പെർഫോമൻസുകൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്.
സിനിമയുടെ മീറ്റർ അറിയുന്നതാണ്, നമ്മളെക്കാൾ കൂടുതൽ സിനിമയുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. സോ സ്വാഭാവികമായിട്ടും അത് സുമതി വളവ് പക്ഷെ കിട്ടിയത് അവളെന്നെ സാന്ത്വനത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള പെർഫോമൻസ് കണ്ടിട്ട് തന്നെയാണ്. അഭിലാഷ് എന്റെ ഫ്രണ്ടാണ്, ബട്ട് അവളുടെ പെർഫോമൻസും സ്റ്റാർ വാല്യൂം വെച്ച് തന്നെയാണ് അവർ കാസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു നിമിത്തം മാത്രമാണ് അതിനകത്ത്. ബട്ട് അതർ സ്പേസിലാണ് ഞാൻ കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. ഇപ്പം ഒരു ബ്രാൻഡ് അംബാസിഡർഷിപ്സ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്പേസ് ഇതൊരു ഷോ ബിസിനസ് ആണ്. ദിസ് ഇസ് ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ വേറെ കുറെ കാര്യങ്ങൾ ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കി. ഞാൻ ഈ നമ്മുടെ നാട്ടില് എന്റെ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നാഷണൽ ആഡ്സ് ചെയ്യുന്ന ഒരാളാണ്. 10-20-22 ആഡുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കഴിഞ്ഞ 2 എനിക്ക് കപ്പിൾ അംബാസഡേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അവൾക്ക് മീഡിയസിനൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു ഇതുണ്ട്. വെരി സ്വീറ്റ് പേഴ്സൺ, ഭയങ്കര ജെനുവിൻ ആണ്. അപ്പൊ മുഖത്തുള്ളത് കാണും, അതാണ് ഒരു പ്രശ്നം. നിങ്ങളെ കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ ആ പേടി മുഖത്ത് കാണും, അപ്പൊ ആൾക്കാർ ജാടയെന്ന് പറയും. അതൊരു പ്രശ്നമാണ്. പക്ഷെ അത് മെല്ലെ മെല്ലെ മാറുമായിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രം അവളെ സപ്പോർട്ട് ചെയ്യുന്ന സ്പേസ് ഒന്നല്ല. ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഒരു ലൈഫിൽ ഡിസിപ്ലിനും റിഫൈൻമെന്റും ഒരു അച്ചടക്കൊക്കെ വരുന്നുണ്ട് ജീവിതത്തിൽ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യും. പിന്നെ ഇവിടെ തെലുങ്കില് ഫാൻസ് ഉള്ളത് പോലെ തന്നെ ചേച്ചിക്ക് ഇവിടെ മലയാളത്തിലും ഭയങ്കര ഫാൻസ് പവർ ആണ് അല്ലെ? അത് കണ്ടെപ്പോഴെങ്കിലും ഞെട്ടിയിട്ടുണ്ടോ? ഐ മീൻ സീരിയൽ അങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ദ പവർ ഓഫ് ടെലിവിഷൻ. അപ്പൊ എനിക്ക് അവളുടെ ഫാൻസിനെ കാണുമ്പോൾ എനിക്ക് ഡിഫോ ഡാൻസ് ടൈംസ് ആണ് ഓർമ്മ വരെ. അപ്പൊ ഇനിയിപ്പോ ഉള്ള ഇതെന്ന് വെച്ചാൽ നമ്മളൊരു കുടുംബമായതുകൊണ്ട് ആ ഫാൻസും ഇപ്പൊ നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ പോയി മനോരാജ്യം കാണുമായിരിക്കും അല്ലെ? ഗോപിക ഫാൻസ് ഒക്കെ. പിന്നെ ഗോപിക ഫാൻസ് എല്ലാരും മനോരാജ്യം സാധാരണ കാണുന്ന ഫാൻസ് ഒക്കെ മനോരാജ്യം കാണുക എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ്. അതെ, അങ്ങനെയുള്ള സിനിമ സൂപ്പർ ഹിറ്റ് അത്രയും ഓഡിയൻസ് അല്ല. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഡീഫോ ഡാൻസ് കാണുന്നവരൊക്കെ കയറിയിട്ട് നമ്മുടെ സിനിമ കണ്ടിരുന്നെങ്കിൽ ഞാൻ വേറെ അല്ല. ശരിക്കും ആ ഒരു സപ്പോർട്ട് കിട്ടിയ ഭയങ്കരമായിട്ടാണ്. അവർക്ക് ഇഷ്ടപ്പെടും ചേട്ടാ. എന്തായാലും അവർക്ക് എങ്ങനെയെങ്കിലും അയാൾ അവരുടെ പടല്ലേ കണ്ടേക്കാന്നുള്ള രീതിയൊന്നുമല്ല. നമ്മൾ കണ്ടിട്ട് അയ്യെന്നൊന്നും പറയാത്ത രീതിയിൽ കണ്ടിഷ്ടപ്പെട്ടിട്ട് തിരിച്ചു പോരാൻ പറ്റുമെന്ന് തന്നെയാണ് ഒരു വിശ്വാസം. അല്ല, ആ പാട്ട് കാണുമ്പോ തന്നെ മനോരാജ്യത്തിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ പാട്ടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ പാട്ട് എഴുതിയത് രഞ്ജിതയുടെ ഡെബ്യൂ ആണ് ആസ് എ ലിറിസിസ്റ്റ്. സീരിയസ്ലി? ഓക്കെ. ഇനി ഇപ്പൊ എനിക്ക് നമ്മൾ പണ്ട് ചെയ്ത ഇന്റർവ്യൂവിൽ നിന്ന് ഒരു കാര്യം ഓർമ്മയുണ്ട്. ഹോബീസിനെ പറ്റി ചോദിച്ചപ്പോ എഴുതുന്നു എന്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞോ ബാക്കി പറഞ്ഞോ. അതെ, തുടക്കം ഞാൻ ഇട്ടു. അല്ല, ഇതില് യാദൃശികമായിട്ടാണ്. ഞാൻ അവിടെ ഇവിടെയൊക്കെ വെറുതെ ഇങ്ങനെ നല്ല രസമുള്ള വരികളൊക്കെ കിട്ടുമ്പോ എഴുതി വെക്കും. പക്ഷെ ഞാൻ അത് മറന്നു പോകും, പിന്നെ അങ്ങനെ ഓർക്കാറൊന്നുമില്ല. ഇതിപ്പോ GPക്ക് ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ GPയുടെ കയ്യിൽ നിഖിൽ സാൻ എന്ന് പറഞ്ഞിട്ട് നല്ല സാധ്യ കമ്പോസറാണ്. വെറുതെ സംസാരത്തിൽ 2-3 മ്യൂസിക് കേൾക്കാനിട വരും. അതിൽ ഒരെണ്ണം ഇത് പെട്ടെന്ന് എനിക്കത് കേട്ടതും സ്ട്രൈക്ക് ചെയ്തു. ഓ മൈ ഗോഡ്, ഇത്ര രസമുള്ള സാധനം എന്തായാലും എടുക്കണം, എങ്ങനെയെങ്കിലും നമുക്ക് പ്രൊമോട്ട് സോങ് ആക്കാം. കാരണം ഫിലിമിലേക്ക് ഓൾറെഡി സോങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ നല്ല പാട്ടുകളാണ്. ആളാണ് ഇതിന്റെ മെയിൻ മ്യൂസിക് ഡയറക്ടർ. ലിറിക്സ് ഒക്കെ ഞാൻ എന്റെ സിനിമകളിലൊക്കെ ഞാൻ തന്നെയാണ് പാട്ട് എഴുതാറ്. അപ്പൊ നല്ല പാട്ടുകളാണ് എല്ലാം. അപ്പൊ മുന്നേ ഞാൻ പറയാം, മുന്നേ നമ്മൾ തയ്യാറാക്കിയിട്ടാ പോയത് അവിടെ ചെന്നിട്ട്. അപ്പൊ അവിടെ പോയപ്പോ അവിടുത്തെ കൾച്ചർ അനുസരിച്ച് ചെറിയ വ്യത്യാസം നമുക്ക് വർക്കിൽ ചെയ്യേണ്ടി വന്നു. ഞാൻ ഈ ഓസ്ട്രേലിയയിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് സബ്ജക്റ്റ് ചെറിയ വേരിയേഷൻ. അപ്പോൾ ആ സോങ് ഞങ്ങൾ പക്ക പ്ലാൻ ചെയ്ത സാധനം അവിടെ പറ്റില്ല എന്ന് മനസ്സിലായി. അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ആ സമയത്താണ് ഇത് കേൾക്കുന്നത്. ഇത് പക്ഷെ പ്രൊമോഷന് വേണ്ടി വെച്ചതായിരുന്നു. ഇത് ഞങ്ങളൊരു കൗതുകം എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടോടെ കൂടി സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവില്ല, നമ്മുടെ പടത്തിൽ നമ്മൾ തന്നെ എഴുതണം അല്ലെങ്കിൽ മ്യൂസിക് അതൊന്നും വേണ്ട. കാരണം നമ്മുടെ സിനിമയാണ് വലുതെന്ന് തോന്നിയപ്പോൾ ഈ സാധനം അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല, കേട്ടവർക്കൊക്കെ അറിയാം. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സാഹചര്യം കിട്ടിയത്. താങ്ക്സ് പറയൂ. റഷീദക്ക, യുനസിയോ, അനസ്, ഇവര് 3 പേരും ഞങ്ങൾക്കൊരു എൻട്രി തരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഖിൽ സാൻ എന്ന് പറയുന്ന ഒരു പയ്യന്റെ ആദ്യത്തെ പാട്ടാണ്. രഞ്ജിതയുടെ ഫസ്റ്റ് ലിറിക്സ് ആണ്. ഞാനും സിനിമയിൽ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആദ്യമായിട്ട്. ഞാൻ യൂട്യൂബിന് വേണ്ടി ഞാനും നിഖിലും കൂടി ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഞാൻ എന്റെ ഫസ്റ്റ് സോങ് ആണ്. അത് വിനീത് പാടുകയും കൂടി ചെയ്തപ്പോൾ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. അപ്പൊ അതിനുള്ള എല്ലാ നന്ദിയും എല്ലാ ക്രെഡിറ്റും ശരിക്കും റഷീദക്ക, യുനസിയോയും അനസിനുള്ളതാണ്. കാരണം അവരത് അംഗീകരിച്ചു. ഓൾറെഡി നമ്മൾ എടുത്തു വെച്ച പാട്ടുള്ള പക്ഷെ ആവശ്യമായി വന്നു. പക്ഷെ എങ്കിൽ കൂടിയും നല്ലത് തന്നെയല്ലേ. അതിപ്പോ നമ്മള് എന്റെ മൈൻഡ് സെറ്റ് അതാണ്. നമ്മളിപ്പോ ഒരു കാര്യം തീരുമാനിച്ചു, അല്ലെങ്കിൽ നന്നായി ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ
ചിലപ്പോൾ ഞാൻ അത് കൊള്ളാലോ, നല്ലത് എടുക്കണ്ടേ, ഇതിപ്പോൾ ക്യാമറ ആയാലും ഏത് മേഖലയായാലും നമ്മൾ അവർക്ക് അവരുടേതായ കഴിവിനെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ഇപ്പോൾ പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്നത് സുദീപ് പാലനാട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം അല്ലാതെ ഇപ്പോൾ നമ്മൾ കൂടെ അപ്പോൾ അദ്ദേഹം തരുന്നതിൽ എന്തെങ്കിലും വേരിയേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയുക, എൻ്റെ ഐഡിയ ഇതല്ല, അങ്ങനെ സംഭവിക്കാറില്ല. അങ്ങനെ ഒരു കൂട്ടായ്മ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നൗഫൽ അബ്ദുള്ളയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മേഖലയിൽ പോലെ നമുക്ക് ഏറ്റവും പ്രശസ്തരായ ഒരു തന്നെയാണ് ഇതിന്റെ വർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുത്തുകാരെ ഷോർട്ടേജ് ഇല്ല. പെണ്ണൊക്കെ ഞങ്ങൾ മാറ്റി വയ്ക്കേണ്ട അവസ്ഥയാണ്. ഒരു പെണ്ണ് കണ്ട് ഇവര് ആരെങ്കിലും ഇരുന്ന് എഴുതും. പക്ഷെ പാട്ടുകാർ കേട്ടോ ഈ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോകുലിനൊക്കെ ഗായകനാണെന്ന് മനസ്സിലാക്കുന്നപ്പോഴാണ് ഞാൻ പേടിച്ചു, ദൈവമേ അടുത്ത പാട്ട് പ്രൊഡ്യൂസ് ചില്ലറ പാട്ടൊന്നുമല്ല, നല്ല ക്വാളിറ്റി സിംഗിങ്. അങ്ങനെ വെറുതെ പാടില്ല, പക്ഷെ ക്വാളിറ്റി സിംഗിങ് പാട്ടില്ല. അതിന് നമുക്ക് വൈകുന്നേരം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണം. ഇവർക്ക് ആ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, രജു, ഫുൾ ടീം, എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു വീട്ടിലായിരുന്നു താമസം. ഞാൻ റഷീദ്. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു യൂണിറ്റ് ആയി മാറി. ഭയങ്കര ഫാമിലി പോകുമ്പോ എയർപോർട്ടിൽ കെട്ടിപ്പിടിച്ച് എനിക്ക് കാലുകൊണ്ട് പെട്ടെന്ന് ഒരു പ്രശ്നം വന്നിട്ട് ഞാൻ അത് കണ്ണു നിറഞ്ഞ് കരച്ചിലും വേണം. നാട്ടിൽ വെച്ച് കാണാം, പക്ഷെ എന്തിനാണാവോ ഓരോ കഴിയുന്നവർ നാട്ടിലേക്ക് മെല്ലെ മെല്ലെ പോവാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. ഇയാളെ ഞാൻ അതിനു മുന്നേ അങ്ങനെ വല്ലാണ്ട് കമ്പനി ഒന്നും ആയിട്ടില്ല. എനിക്കൊരു മുൻധാരണ ഉണ്ടായിരുന്നത് എന്ത് മനുഷ്യനാണാവോ. പക്ഷെ ഞാൻ ആദ്യമൊക്കെ സംസാരിച്ച അങ്ങനെയാണ്, ഇദ്ദേഹം സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഒന്നും തരാൻ പറ്റില്ല. എനിക്ക് സ്ക്രിപ്റ്റ് ചോദിച്ചു, കണ്ടന്റ് ഇതാണ് ഇങ്ങൊരു പറ്റുമോ എന്നൊക്കെ ഭയങ്കര ജാടൊക്കെ ഞാൻ കാണിച്ച് എനിക്കിപ്പോ മനസ്സുകൊണ്ട് ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കുക. കാരണം അത്രമാത്രം ആ മുൻധാരണ ഭരിച്ചത് ആകെ രഞ്ജിതയുടെ കാര്യത്തിൽ മാത്രമാണ്. വീണ്ടും തലയിൽ രഞ്ജിതോട് ഞങ്ങൾക്ക് അത്രയും രഞ്ജിതോട് ഞങ്ങൾക്ക് അത്രയും മതിപ്പും സ്നേഹമാണ്. അല്ല, വർക്ക് ചർച്ച ചെയ്യുമ്പോൾ ഇത് അത്രയും കൺഫ്യൂഷൻ ഉള്ള ഒരു വർക്ക് കൂടിയാണ് കേട്ടോ ഈ സബ്ജക്ട്. അങ്ങനെ എപ്പോഴെങ്കിലും പാളിപ്പോയ പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാധനം. അപ്പൊ കൺഫ്യൂഷൻ വരുമോ, ഇവിടെ പ്രശ്നം വരുമോ എന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരമായിട്ട് ഇങ്ങോട്ട് വരും. പക്ഷെ ചോദ്യം വരിക നമ്മൾ ലൊക്കേഷനിൽ ഇല്ലാത്ത പെർമിഷൻ പോലും ഇല്ലാത്ത ലൊക്കേഷനിൽ കിട്ടില്ല. ലൊക്കേഷനിൽ ഷോട്ട് റെഡി, ഇവിടെ ഈ സാധനം അപ്പൊ ജീപ്പിനെ ഏൽപ്പിക്കും. ജീപ്പി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ ജീപ്പി അതായത് എന്ന് പറഞ്ഞ തുടങ്ങി ഒരു 2 മണിക്കൂർ ക്ലിയർ ആക്കി. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് ഒരു കോളേജ് ട്രിപ്പ് പോണ പോലെ കുറെ പേര് പോകുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ടീച്ചർ ഇനിയും പറഞ്ഞു രഞ്ജിത. അവിടെയുള്ള ആൾക്കാർ നമ്മൾ എന്താ വിചാരിക്കുക, അവര് അവിടെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണ്. അപ്പൊ അവരുടെ സംസാരത്തിലൊക്കെ ഭയങ്കര ഓസ്ട്രേലിയൻ ആക്സെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സംസാരിക്കുമ്പോ ആ ഒരു പക്ക നമ്മൾ ഈ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമൊക്കെ ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞിട്ട് ഫാൻ സ്പീച്ച് പറയുന്ന സ്വഭാവത്തിലാണ് സംസാരിക്കുക. അത് പറ്റൂല, അത് അത്രയും സ്ട്രോങ് ആണ്. പക്ഷെ ഇവര് മലയാളം പറയുമ്പോഴേ മലയാളം അല്ല, ഐസക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഞെട്ടി. ഇവന്റെ ഇത്രയും കട്ട ആക്സെന്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇപ്പൊ വേറെ ഇത് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു പറയാൻ ചേട്ടാ അപ്പൊ ബോട്ടിൽ തന്നെ അവിടെ ജനിച്ചു വളർന്നാണ്. അപ്പൊ ഞാൻ ഇവരപ്പം അപ്പൊ നമുക്ക് തോന്നറിയോ ഇവർ ഈ ആക്സെന്റ് അഭിനയിക്കാൻ തോന്നും. കാരണം പച്ച മലയാളം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മലയാളം കിടിലം. എന്തായാലും ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സമയമായിട്ടുണ്ട്. അപ്പൊ ജീപി ചേട്ടാ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ബിഫോർ വൈൻഡിങ് അപ്പ്. എനിക്ക് ജീപി ചേട്ടന്റെ ഒരു തെലുങ്കു ഡയലോഗ് കേൾക്കണം. തെലുങ്കാണോ സാർ തഗ് ലൈഫ് ആണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അത് അവസ്ഥ ഇതൊക്കെ സ്ക്രിപ്റ്റിൽ വന്നിരുന്നെങ്കിൽ എത്രയോ ഇപ്പൊ ഇരുന്ന് അടിച്ചോണ്ടിരിക്കുന്നു ഇന്റർവ്യൂവില്. നവാസ് പറഞ്ഞിട്ടില്ലേ, നവാസിന്റെ ക്യാരക്ടറിൽ കൂടെ ഉണ്ടെന്ന് അതൊക്കെ അവിടെ കൊണ്ടേ കൊടുത്തു. ഞാൻ നാഗാർജുന സാറിന്റെ കൂടെ 20 మందిని వచ్చి ఒక్కటిని చంపమంటే వాడితో రన్నింగ్ రేస్ పట్టి ఊరు మధ్యలోకి వచ్చి అందరి మధ్యలో దొరికిపోతాం. എന്താണ് മനസ്സിലായ ചേട്ടൻ പറയല്ലേ, ജീപി ചേട്ടൻ പറയല്ലേ, അപ്പൊ നമുക്കറിയില്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞതാ ഇത് പറയുമ്പോ ഇങ്ങനെ വിറക്കണം എന്ന്. ഞാൻ ദൈവമേ വിറക്കി. അവരുടെ സിനിമ ബേസിക്കലി എന്താ വെച്ചാൽ നമ്മൾ പറയില്ലേ ഫോക്ക് സോങ് പാടുമ്പോ
ഉള്ള ശബ്ദമല്ല ലൈറ്റ് മ്യൂസിക് പാടുന്ന ശബ്ദം. അതുപോലെയാണ് ഇതിന്റെ ഡയലോഗ് ഡെലിവറി എന്ന് വെച്ചാൽ അതൊരു ഡ്രാമ ഫിലിമാണ്. അപ്പൊ ആ മീറ്ററിൽ കൊടുത്തില്ലെങ്കിൽ അത് വർക്കാവില്ല. ഞാനിങ്ങനെ സട്ടിലായിട്ട് പറഞ്ഞ അപ്പൊ അവര് ഈ ക്രോധാഗ്നി തന്നെ അവർക്ക് കണ്ണിൽ കാണണം. ഞാൻ ഏകദേശം ഇതൊരു 8-9 തവണ ചെയ്തപ്പോഴാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഓരോ തവണ പറയുമ്പോഴും എന്റെ ബോഡി ചൂടായിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത് അത്രയ്ക്കും ദേഷ്യം വരുന്നില്ല. അപ്പൊ അവര് കുറച്ചും കൂടെ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അതെ അപ്പൊ ദേഷ്യം വന്നു. വീണ്ടും ഒരു 3-4 തവണ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഓരോ തവണ പറയുമ്പോഴും ഇന്റൻസിറ്റി കൂടുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങി ഒരു പ്രാവശ്യം കുടിച്ചിട്ട്. അപ്പൊ ഒരു 7ാമത്തെ 8ാമത്തെ തവണ എത്തുമ്പോ നമുക്ക് ശരിക്കും വേർക്കും, ബോഡി വേർക്കും. നമ്മളിതിങ്ങനെ ശ്വാസം പിടിച്ചാ പറയുന്നത് 20 മന്ത്സ് ആ ഒരു സാധനം നമ്മളിങ്ങനെ കണ്ണിന്റെ ഉള്ളിൽ സാധനം വരുന്നു, നമ്മുടെ ദേഹം തന്നെ ചൂടാവുന്നു. അതാ ഞാൻ ഇപ്പൊ പെർഫോം ചെയ്യുന്നില്ല പറയാം. കാരണം ഞാൻ അത്രയും വാമപ്പ് ചെയ്ത് ചെയ്തൊരു സാധനം. കാരണം എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞ ഇമോഷൻ പെട്ടെന്ന് വരുന്നൊരു സാധനമല്ല. അപ്പൊ ഞാൻ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത് അത് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര രസമായി തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞു അതാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളും വിചാരിച്ചില്ല. കാരണം നിങ്ങളുടെ റിയൽ ലൈഫ് സംഭവം അങ്ങനെയാണെന്ന്. അങ്ങനെയൊക്കെയാണ് വീണ്ടും പടം കിട്ടുന്നതാണ്. പക്ഷെ അവിടെ വേറെ സ്വഭാവം ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ അടുത്ത പടം ഞാൻ നാനി പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ നാനിയുടെ സിസ്റ്റർ ചെയ്ത നെറ്റ്ഫ്ലിക്സിന് അല്ല സോണി ലൈവിന് വേണ്ടി ചെയ്ത പടം, അത് നമ്മുടെ സ്പേസിൽ നിൽക്കുന്ന പടം. അതിൽ ഡയറക്ടറുടെ ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു വെച്ചാൽ തലയാട്ടാതെ യെസ് പറയണം. തലയാട്ടരുത്. യെസ് പറയണം വായോണ്ടല്ല മുഖം കൊണ്ട്. പിന്നെ യെസ് പറയണെങ്കിൽ പിന്നെ യെസ് പറയരുത് അതല്ല. എന്നോട് പറഞ്ഞത് തലയാട്ട വായ തുറക്കുന്നേ ഇല്ല. ഇത്ര ബുദ്ധിമുട്ട് ഞാൻ തന്നിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ മുഖം കൊണ്ട് യെസ് പറയണം. അങ്ങനെയാണെങ്കിൽ തെലുങ്ക് ദേശത്തിലേക്ക് കുറച്ച് അതൊക്കെ പറഞ്ഞു. അത് ആ പടത്തിലുണ്ട്, അതൊക്കെ റിലീസായ സാധനം. ബേസിക്കലി അങ്ങനെ പല ചാലഞ്ചസ് ആക്ടർ വന്നു. പക്ഷെ അതിലൊന്നും ഇല്ലാത്ത ചാലഞ്ച് ആയിരുന്നു പ്രിയമായ അന്തരിക്കും നമസ്കാരം. അതാണ് ഓക്കെ. അപ്പം എന്തായാലും മനോരാജ്യത്തിന് ഓൾ ദ വെരി ബെസ്റ്റ്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മളൊന്നും നേരിട്ട് ഓസ്ട്രേലിയ കണ്ടിട്ടില്ല. അപ്പൊ സിനിമയിലൂടെ ഓസ്ട്രേലിയ കണ്ടിട്ട് പോയി ഓസ്ട്രേലിയ ശരിക്കും കാണുന്നതായിരിക്കും. അപ്പം എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഓസ്ട്രേലിയയിൽ ഇനി പോകുമ്പോ അയ്യോ മനോരാജ്യത്ത് ഇവിടെ ഷൂട്ട് ചെയ്ത് ഈ സ്ഥലം ഇവിടെ ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്നല്ലേ രഞ്ജിത വെല്ലുവിളി. അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലം പറയാം. അപ്പം എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. നല്ല ഹിറ്റ് ആവട്ടെ. ജീപ്പി ചേട്ടാ മറ്റേ ഇന്റർവ്യൂവിന്റെ കാര്യം മറക്കണ്ട. ഇല്ല ഈ എപ്പിസോഡ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു.